നമസ്കാരം. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ഏകദേശം ഒരു മാസമായി ഈ മേഖലയിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ പോകുന്ന ഒരു അത്യുഗ്രൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. റഷ്യയുടെ S-400 പോലും കിടപിടിക്കുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം. പ്രോജക്റ്റ് കുഷ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്നതിനായി DRDOയുടെ കീഴിലുള്ള ഒരു പ്രോഗ്രാമാണ് പ്രോജക്റ്റ് കുഷ. ഇത് XRSAM അഥവാ എക്സ്ട്രാ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്നും PGLRSAM അഥവാ പ്രോജക്റ്റ് ഫോർ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്നും അറിയപ്പെടുന്നു. DRDOയുടെ ഗൈഡൻസിൽ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് ഇത് നിർമ്മിക്കുന്നത്. M1, M2, M3 എന്നിങ്ങനെ 3 വേരിയൻസ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക. M1ന് 150 കിലോമീറ്റർ ആയിരിക്കും റേഞ്ച്, M2ന് 250 കിലോമീറ്റർ ഉണ്ടാവും, M3യെ സംബന്ധിച്ച് 400 കിലോമീറ്ററിന് പുറത്തായിരിക്കും റേഞ്ച്. പല സ്പെക്ട്രത്തിൽ വരുന്ന ഏരിയൽ ത്രെട്ടുകളെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 3 വേരിയൻറ്റുകളിലും ഒരേ കിൽ വെഹിക്കിൾ തന്നെയായിരിക്കും ഉപയോഗിക്കുക. എന്നിരുന്നാലും റേഞ്ച് കൂട്ടാൻ വേണ്ടി പലതരം ബൂസ്റ്ററുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബറിൽ തന്നെ ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ ആരംഭിക്കും. തുടർന്ന് 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ആദ്യ ബാച്ച് ഇന്ത്യൻ സേനയുടെ ഭാഗമാകും. അതോടൊപ്പം തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് ലഭിക്കേണ്ട 2 സ്ക്വാഡ്രൺ S-400 എയർ ഡിഫൻസ് സിസ്റ്റം 2026 ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ S-400ൻ്റെ 5 സ്ക്വാഡ്രണുകൾ ഇന്ത്യക്ക് സ്വന്തമാകും. 2018 $5.4 ബില്യൺ ഡീൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ചത്. 2030 തന്നെ പ്രോജക്റ്റ് കുഷയുടെ 3 വേരിയൻറ്റുകളും ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയുമായിരിക്കും ഇത് ഉപയോഗിക്കുക. ഇതോടെ ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു മിസൈൽ പതിപ്പിക്കുക എന്ന ശത്രുരാജ്യങ്ങളുടെ സ്വപ്നം എന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജയ് ഹിന്ദ്.